ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ചിസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹോം ടൂർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് ഹോം ടൂർ ആയിട്ടൊന്നും വലിയ കാര്യമായിട്ട് പറയാനൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് അറിയാവുന്നത് പോലെയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. മെയിൻ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓപ്പൺ ആക്കി ഫ്രണ്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്കൊരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ കിണർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിണർ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകുമ്പോൾ തന്നെ കിണർ വേണമെന്ന് നിർബന്ധമായിരുന്നു. കോയിൽ കിണറിൻ്റെ വെള്ളം വേണ്ട, സാധാ കിണർ വെള്ളം വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ അത് ഫ്രണ്ടിലായിട്ട് തന്നെ കേട്ടോ അതിൻ്റെ സ്ഥാനമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഫ്രണ്ടിലായിട്ട് നമ്മുടെ സിറ്റൗട്ടിൽ നിന്ന് കുറച്ച് പുറത്തോട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട്. വീട് മൊത്തം 5 സെൻറ്റോളം വരുന്നുണ്ട് കേട്ടോ. 5 സെൻറ്റിലാണ് 940 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാം. അതുപോലെ നമ്മൾ ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെടികളൊന്നും വെച്ചിട്ടില്ല, ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ടുള്ളൂ. കാരണം ഇപ്പോൾ അടുത്താണ് ഫ്രണ്ടിലത്തെ ഇൻ്റർലോക്കൊക്കെ പതിക്കൽ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ പെയിൻറ്റ് പണിയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മുമ്പിൽ ചെറിയൊരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഴൽ കിണറാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഒന്നുകൂടി സ്പേസ് കിട്ടും. അതുപോലെ 2 സൈഡിലും കുറച്ചധികം സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് വശത്തും കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിൽ കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ സിറ്റൗട്ടാണ്. സിറ്റൗട്ട് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് ചെറിയ സ്ലാബ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ വാളിലൊക്കെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൈറ്റൊന്നുമില്ല, ചെറുതായിട്ട് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിറ്റൗട്ട് അത്ര തന്നെ ഉള്ളൂ. അതുപോലെ സിറ്റൗട്ടിൻ്റെ 2 സൈഡിലായിട്ടും ചെറിയ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ലിവിങ് റൂമിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ലിവിങ് റൂമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ലിവിങ് റൂം നീളം കൂടുതലും അതുപോലെ വീതി കുറവായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 സൈഡിലായിട്ടും ജനലൊക്കെ കൊടുത്തിട്ടുണ്ട്. കർട്ടനൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറുമ്പോൾ നമുക്ക് നേരെ കാണുന്നത് നമ്മുടെ TV യൂണിറ്റിൻ്റെ വ്യൂ ആണ് കാണുന്നത്. പിന്നെ കുറച്ച് ഇൻറ്റീരിയർ പണിയും കൂടി ഉണ്ട്, അതൊക്കെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ലിവിങ് റൂമിൽ ഈ കോർണറിലൊക്കെ ആയിട്ട് നമ്മൾ കുഷ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഷ്യൻ്റെ പില്ലൊക്കെ ഉണ്ട്, അത് കുട്ടികൾ കളിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലിവിങ് റൂമിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇനി കുറച്ച് ഇൻറ്റീരിയർ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് നേരെ പോകുന്നത് ലിവിങ് റൂമിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലോട്ടാണ്. ഡൈനിങ് ഹാൾ അതുപോലെ നീളത്തിലാണ് ചെയ്തിട്ടുള്ളത്, വീതി കുറവിൽ നീളത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 6 ചെയർ ഇടുന്നൊരു ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ഹാളിൻ്റെ കോർണറിലായിട്ട് വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചണിലോട്ടും അതുപോലെ 2 ബെഡ്റൂമിലോട്ടും സ്റ്റെയർകേസിലോട്ടുള്ള എൻട്രി വരുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലെ വാളിലായിട്ടും അതുപോലെ സ്റ്റെയർകേസിൻ്റെ വാളിലും ഇതുപോലെ ചെറിയ ബോക്സ് പോലെ കൊടുത്തിട്ട് അതിൽ കളർ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റെയർകേസാണ്. സ്റ്റെയർകേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വുഡൻ ഹാൻഡ് റെയിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ അടിയിലായിട്ട് സ്റ്റീലിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്, മേലെ വുഡനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ സ്റ്റെയർകേസിൻ്റെ അവിടെ ആയിട്ടും വാളിൽ ഇതുപോലെ ചെറിയ ബോക്സ് കൊടുത്തിട്ട് അതിൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റെയർകേസിൻ്റെ അടിയിലായിട്ട് തന്നെ ചെറിയൊരു കോമൺ ബാത്റൂമും അതുപോലെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് കുറച്ച് സ്റ്റോറേജ് ബേസും കൊടുത്തിട്ടുണ്ട്. കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഫസ്റ്റ് ബെഡ്റൂമിലോട്ടുള്ള എൻട്രിയാണത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം കുറച്ച് ചെറിയ ബെഡ്റൂമാണ്. ഒരു ചെറിയൊരു കട്ടിലിടാനും അതുപോലെ ഒരു ടേബിളൊക്കെ ഇടാനും നിസ്കരിക്കാനൊക്കെ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സ്റ്റഡി റൂമായിട്ടും നിസ്കാര റൂമൊക്കെ ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യാറ്.
ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കണ്ടിട്ടുള്ള ബാത്റൂം നമുക്ക് ഈ റൂമായിട്ട് അറ്റാച്ച്ഡ് ആക്കായിരുന്നു. പക്ഷേ ഞങ്ങളിത് സ്റ്റഡി റൂമും അതുപോലെ നിസ്കാര റൂമൊക്കെ ആക്കണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഇതിലോട്ട് അറ്റാച്ച്ഡ് ആക്കിയില്ല. അതൊരു കോമൺ ബാത്റൂമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലോട്ടാണ് പോണത്. അത് നമ്മൾ നേരത്തെ കാണിച്ച ബെഡ്റൂമിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുള്ള ബെഡ്റൂമാണ്. അപ്പോൾ നമ്മുടെ ഈ ബെഡ്റൂം മറ്റേ റൂമിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇത് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ നമ്മൾ ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സിങ് ഏരിയൻ്റെ അവിടെ ആയിട്ടാണ് നമ്മുടെ ഈ ബെഡ്റൂമിലോട്ടുള്ള ബാത്റൂം വരുന്നത്. പിന്നെ നമ്മൾ ഗ്രേ വൈറ്റിലാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചണും വർക്ക് ഏരിയയും അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെയറിൻ്റെ അവിടെ ബ്ലാക്കും വൈറ്റും ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഗ്രാനൈറ്റും വൈറ്റ് ടൈലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ്. ഞാൻ എല്ലാതൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. ചെറുതായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് പാത്രങ്ങളൊന്നും കഴുകിയത് മാറ്റി വെച്ചിട്ടുണ്ടാകില്ല. ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് വരുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റാണ്. പിന്നെ അതിൻ്റെ മേൽഭാഗത്തായിട്ട് തന്നെ ചെറിയ ചെറിയ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടിയിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് വൈറ്റ് കളറിലും അതുപോലെ വുഡൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഗ്ലാസിൻ്റെ ചെറിയൊരു ഷെൽഫും കൂടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കിച്ചണൊന്നും വല്ലാണ്ട് അറേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെറിയ കിച്ചണായിട്ടോ ഉള്ളത്. അതുപോലെ തന്നെ അതിനേക്കാളും ചെറുതായിട്ടാണ് നമ്മൾ വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ടൈല് കൊടുത്തിട്ടുള്ളതും വുഡൻ കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് നേരെ പോകുന്നത് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ്. വർക്ക് ഏരിയ നമ്മൾ ചെറിയ വർക്ക് ഏരിയ ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ വിറകടുപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് നമ്മൾ വർക്ക് ഏരിയയിൽ നിന്നാണ്. അതുപോലെ നമ്മൾ വർക്ക് ഏരിയയിലും ഇതുപോലെ ചെറിയൊരു കബോർഡ് കൗണ്ടർ ടോപ്പിൻ്റെ മേൽഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ വാളിലായിട്ട് നമ്മൾ ചെറിയൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടെയ്നേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചൻ്റെ വർക്ക് ചെയ്യുന്നതാണ് നേരെ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇതേപോലെ രണ്ട് സൈഡിലും കുറച്ച് സ്പേസൊക്കെ ഉണ്ട്. ബാക്കിലും കുറച്ച് സ്പേസൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഇതൊരു 5 സെൻറ്റാണ്. അതിൽ 940 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫുൾ ബഡ്ജറ്റ് എത്രയെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഒരു 16 ലക്ഷത്തോളം വന്നിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ചെറിയൊരു കണക്കൂട്ടൽ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.